ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ റെഗുലർ ക്ലാസ് എടുത്ത സമയത്ത് എടുക്കാതെ വിട്ടുപോയ ഒരു പോർഷനാണ് ടോർഷൻ ആൻഡ് തിൻ സിലിണ്ടേഴ്സ്. ഇപ്പൊ പരീക്ഷ അടുത്തെത്തിയത് കൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. നിങ്ങൾക്കറിയാം, യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത് നമ്മൾ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ക്യാപ്സ്യൂളായിട്ട് പഠിപ്പിക്കില്ലേ, അതുപോലെയാണ് ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ടോർഷനും തിൻ സിലിണ്ടേഴ്സും ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് ടോർഷനാണ്. ടോർഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല മൊഡ്യൂൾസിലായിട്ട് പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ടോർഷൻ ഇൻ സർക്കുലർ ഷാഫ്റ്റ്സ്. പ്രത്യേകിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ച ക്ലാസ്സുകളിലെ രണ്ട് ഇമേജ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിരിക്കുന്നത്. സോ ഈ സ്ലൈഡ് നമ്മൾ പഠിച്ചത് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും പഠിച്ച സമയത്തും ഇത് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിച്ച സമയത്തുമാണ്. സോ ഇതിൽ രണ്ടിലും മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ സാഗിങ് ഹോഗിങ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് സാഗിങ് മൊമെന്റും ഹോഗിങ് മൊമെന്റും നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം. ഇതല്ലാതെ വേറൊരു ടൈപ്പ് മൊമെന്റ് ഇവിടെയുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സാഗിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റ് ആക്ട് ചെയ്യുന്ന എവിടെയാ? ഈ ചിത്രത്തിലോട്ടൊന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക്, ജസ്റ്റ് എ സെക്കൻഡ്, ഈ മൊമെന്റ് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഈ മൊമെന്റ് ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ബീമിന് എന്ത് സംഭവിക്കും? ഒരു ക്യാൻഡിലിവർ പോലെ മേലോട്ട് വളയും. സോ നമുക്ക് പറയാം ഇത് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആണ്. ഓക്കെ, എക്സ് ആക്സിസിലാണ് ആ പെർട്ടിക്കുലർ മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. വേറസ് നമ്മളിവിടെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന മൊമെന്റ് അത് ആക്ട് ചെയ്യുന്നത് ഈ സെഡ് ആക്സിസിന് അക്രോസ്. അതായത് ഇതിനെ പിടിച്ച് തിരിയുന്നു. നമ്മൾ തുണിയൊക്കെ പിഴിയൂലേ? തുണിയൊക്കെ പിഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ തുണി നേരെ പിടിച്ചിട്ട് അതിന്റെ ആക്സിസിന് ഒരു റൊട്ടേഷൻ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പം ആ ആക്സിസിലാണ് റൊട്ടേഷൻ കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ സെഡ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ആണ് ഈ ബ്ലൂ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ആണ്. സോ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എക്സ് ആക്സിസിലെ മൊമെന്റ് ഉണ്ടാക്കുന്നത്, ആ മൊമെന്റിന് നമ്മൾ വിളിക്കുന്ന പേര് ബെൻഡിങ് മൊമെന്റ് ആണെന്നാണ്. സോ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്? ബെൻഡിങ് ആണ്. ബീം ബെൻഡ് ചെയ്യും അല്ലെ? നമ്മൾ മെയിൻ ആയിട്ട് ബെൻഡിങ് കാണുന്നത് ബീംസിലാണ്. ബീമിലോട്ട് ഓർഡർ അപ്ലൈ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നു, ബീംസ് ബെൻഡ് ചെയ്യുന്നു. സോ എക്സ് ആക്സിസിലെ മൊമെന്റ്സ് ബെൻഡിങ് കോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സെഡ് ആക്സിസിലോട്ട് വന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സെഡില് ട്വിസ്റ്റ് ആണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ തുണി പിഴിയുന്ന എങ്ങനെയാ? ട്വിസ്റ്റ് ചെയ്യാണ്, അതിനെ ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആക്ട് ചെയ്യുന്ന ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റ് ആണ്. സോ ദ എഫക്റ്റ് ഈസ് ട്വിസ്റ്റിംഗ് ആൻഡ് ദ മൊമെന്റ് ദർ ഈസ് കോൾഡ് ടോർഷണൽ മൊമെന്റ് ഓർ ടോർക്ക്. ഇപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്റെ ആക്സിസിന് എബൌട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആണ്. ഓക്കെ, എബൌട്ട് ദ ആക്സിസ് ഉള്ള മൊമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക്. ഇവിടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ ആക്സിസ് ന്യൂട്രൽ ലെയറിൽ ന്യൂട്രൽ ആക്സിസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ? ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ മെമ്പറിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എല്ലാ പോയിന്റിലെയും ന്യൂട്രൽ ആക്സിസിനെ കണക്ട് ചെയ്ത് പോകുന്ന, ന്യൂട്രൽ സെൻട്രൽ പോയിന്റിനെ കണക്ട് ചെയ്ത് പോകുന്ന ആക്സിസിനെയാണ് അതിന്റെ ആക്സിസ് എന്ന് വിളിക്കുന്നത് അല്ലെ? സോ ഇവിടെ സെഡ് ആണ് ആക്സിസ്. ആ ആക്സിസിന് എബൌട്ട് ആയിട്ട് വരുന്ന മൊമെന്റ് അതാണ് ടോർഷണൽ മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക്. അതിന്റെ എഫക്റ്റ് എന്താണ്? ട്വിസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി ടോർഷൻ. ഇനി ടോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ ടോർഷൻ തിയറിയാണ്. ജസ്റ്റ് എ സെക്കൻഡ്, നമ്മൾ പ്യുവർ ടോർഷൻ തിയറിയാണ് ടോർഷനിൽ പഠിക്കുന്നത്. ഇപ്പൊ പ്യുവർ ടോർഷൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ബെൻഡിങ് തിയറി. സോ രണ്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കേസിൽ ബെൻഡിങ് മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഷിയർ നടക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ? നമ്മൾ ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഓൺലി ബെൻഡിങ് ഈസ് കൺസിഡേർഡ്, നോ ഷിയർ ഈസ് കൺസിഡേർഡ്. അതാണ് പ്യുവർ ബെൻഡിങ്. പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി ട്വിസ്റ്റ്. ടോർഷണൽ മൊമെന്റ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വേറെ ആക്സിയൽ ഫോഴ്സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻഡിങ് മൊമെന്റോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞാൽ ആ മെമ്പർ ഈസ് ഓൺലി സബ്ജക്റ്റഡ് ടു ടോർഷണൽ മൊമെന്റ്. അതിൽ ബെൻഡിങ് മൊമെന്റോ വേറെ ആക്സിയൽ ഫോഴ്സസോ ഒന്നുമില്ല. നമ്മൾ സിമ്പിൾ ബെൻഡിങ് തിയറിയിൽ കുറെ അസംഷൻസ് പറഞ്ഞിരുന്നു, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുള്ളത്. അതേപോലെ ഇവിടെയും കുറെ അസംഷൻസ് ഉണ്ട്. സിമിലർ ലൈൻസിലുള്ള അസംഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പം.
മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. അത് അവിടെയുണ്ട്, ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. അടുത്ത സ്ട്രെസ്സസ് ആർ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്. എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇവിടെ ടോർഷൻ നടക്കുമ്പോൾ, ട്വിസ്റ്റിംഗ് നടക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ഷാഫ്റ്റിൽ ഉണ്ടാവുന്നത് ഷിയർ സ്ട്രെസ്സസ് ആണ്. ഇപ്പൊ ഈ ഒരു അസംഷൻ നമ്മൾ പറയുന്നത് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ബെൻഡിങ് തിയറി പോയാൽ അവിടെയും കാണാൻ പറ്റും, സെയിം അസംഷൻ ഉണ്ട്. മൂന്നാമത്തെ ഒരു അസംഷൻ, ക്രോസ് സെക്ഷൻസ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ അപ്ലൈയിങ് ട്വിസ്റ്റിംഗ് മൊമെന്റ് റിമെയിൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ദ ട്വിസ്റ്റിംഗ് മൊമെന്റ്. സോ പ്ലെയിൻ സെക്ഷൻസ് റിമൈൻ പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ് എന്ന് പറഞ്ഞ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതിന് സിമിലർ ആണ് ഇത്. ക്രോസ് സെക്ഷൻസ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ അപ്ലൈയിങ് ട്വിസ്റ്റിംഗ് മൊമെന്റ്. ട്വിസ്റ്റിംഗ് മൊമെന്റിന് മുൻപ് പ്ലെയിൻ ആയി കിടക്കുന്ന സെക്ഷൻ ട്വിസ്റ്റിംഗ് മൊമെന്റ് കഴിഞ്ഞാലും പ്ലെയിൻ ആയി തന്നെയായിരിക്കും ഉണ്ടാവുക. അതാണ് മൂന്നാമത്തെ അസംഷൻ. അടുത്തത് റേഡിയൽ ലൈൻസ് റിമെയിൻ റേഡിയൽ ഈവൻ ആഫ്റ്റർ അപ്ലൈയിങ് ടോർഷണൽ മൊമെന്റ്. സോ നമ്മൾ ഇതിന്റെ ആക്സിസിൽ മൊമെന്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റേഡിയസ്, സർക്കുലർ ഷാഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന്റെ റേഡിയസ് വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനം. അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ റേഡിയസ് ഒക്കെ കാണും. സോ ആ റേഡിയസിന് അറൌണ്ട് ആയിട്ടുള്ള റേഡിയൽ ലൈൻസ് റിമൈൻസ് റേഡിയൽ ഈവൻ ആഫ്റ്റർ അപ്ലൈയിങ് ടോർഷണൽ മൊമെന്റ്. അതാണ് നാലാമത്തത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്വിസ്റ്റ് അലോങ് ദ ഷാഫ്റ്റ് ഈസ് യൂണിഫോം. ആ ഷാഫ്റ്റിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ വരുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ആ ട്വിസ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആംഗിൾ വെച്ചാൽ തീറ്റ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. സോ അത് യൂണിഫോം ആയിട്ട് ആ ക്രോസ് സെക്ഷൻ മുഴുവൻ ഉണ്ടാകും. ഇങ്ങനെ ഒരു 5 അസംഷൻ ആണ് പ്യുവർ ടോർഷൻ തിയറിയിലുള്ളത്. സോ ഈ 5 അസംഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്, പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് പ്യുവർ ടോർഷൻ ഇക്വേഷൻ. നമ്മൾ സിമ്പിൾ ബെൻഡിങ് തിയറിയിൽ അവസാനം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത പോലെ പ്യുവർ ടോർഷൻ തിയറിയിലും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ ദിസ് ഈസ് ദ ഇക്വേഷൻ. ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഓക്കെ, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇതാണ് ടോർഷൻ ഇക്വേഷൻ. സോ ടോർഷൻ ഇക്വേഷനിലെ ഓരോ ടേംസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ടോർഷണൽ മൊമെന്റ്. നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ എബൌട്ട് ദ ആക്സിസ്, ആ ഒരു പെർട്ടിക്കുലർ സെക്ഷന്റെ ആ ഷാഫ്റ്റിന്റെ ആക്സിസിന് എബൌട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൊമെന്റ്, അതാണ് ടോർഷണൽ മൊമെന്റ്. ഇനി ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ, അതാണ് ഐ സെഡ് സെഡ് അല്ലെങ്കിൽ ടോർഷണൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതാണ് ജെ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ക്യൂ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്നത് ഷിയർ സ്ട്രെസ് ആണ്. സോ യു വിൽ ബി കൺസിഡറിങ് ദിസ് ഷിയർ സ്ട്രെസ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ എലമെന്റ്. സോ ഞാൻ ഇവിടെ ഒരു ഇമേജ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ ക്രോസ് സെക്ഷൻ, ഈ ഒരു ഷാഫ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു ക്രോസ് സെക്ഷൻ എടുത്തു, അത് സർക്കുലർ ആയിരിക്കും അല്ലെ. സോ ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു എലമെന്റ്, ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് നിങ്ങൾ കാണുന്നില്ലേ, ആ ഒരു എലമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഒരു എലമെന്റിലുള്ള ടോർഷണൽ ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ എലമെന്റിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്, അതാണ് ക്യൂ. ഇനി ആർ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ എലമെന്റിലോട്ട് ഈ ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആ പെർട്ടിക്കുലർ എലമെന്റിന്റെ ലൊക്കേഷനിലോട്ട് നമ്മുടെ ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ്, അതാണ് ആർ. ഇനി ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 3 മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി പഠിച്ചിട്ടുണ്ട്, മോഡുലസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, രണ്ടാമത്തത് ബൾക്ക് മോഡുലസ്, മൂന്നാമത്തത് ഷിയർ മോഡുലസ്. അതില് മോഡുലസ് ഓഫ് റിജിഡിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണ് ഷിയർ മോഡുലസ്. അതിന്റെ അർത്ഥം മോഡുലസ് എല്ലാം എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ഈ ജിനെ 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, സി, ജി ഓർ എൻ. അത് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. സോ ഈ ഒരു സാധനം ബെൻഡ് ചെയ്യുന്ന സമയത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ഈ ഒരു ഫിഗർ പറയുകയാണെങ്കിൽ നമ്മൾ ട്വിസ്റ്റിംഗ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ബി എന്ന് പറയുന്ന പോയിന്റ് ബി ഡാഷിലോട്ട് മാറും. ഓക്കെ, ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബി ഡാഷിലോട്ട് മാറും. ഈ ബിയും ബി ഡാഷും തമ്മിലുള്ള ആംഗിൾ ആണ് ആക്ച്വലി തീറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ട്വിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ചേഞ്ച്, അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലായിരിക്കില്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ഉണ്ടാകുന്നത്. സോ ആ പോയിന്റ് എത്രത്തോളം ആംഗുലാർ ചേഞ്ച് വന്നോ ആ ആംഗുലാർ ചേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ. സോ അതാണ് ജി തീറ്റയിലെ തീറ്റ. എൽ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിന്റെ ലെങ്ത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതാണ് ടോർഷൻ ഇക്വേഷൻ. ടി ബൈ ജെ ക്യൂ ബൈ ആർ ജി തീറ്റ ബൈ എൽ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇതിൽ ഓരോ സാധനങ്ങളും എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഇതിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. നമ്മൾ സർക്കുലർ ഷാഫ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സർക്കുലർ ഷാഫ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, സോളിഡ് സർക്കുലർ ഷാഫ്റ്റും ഹോളോ സർക്കുലർ ഷാഫ്റ്റും. അതിന്റെ രണ്ടിന്റെയും പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്, അതിന്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എഴുതിയാൽ പൈ ഡി റേസ് ടു 4/32, അതാണ് സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ ജെ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. അതുപോലെ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ π/32 കൊണ്ടും ഡി റേസ് ടു 4 മൈനസ് ഡി റേസ് ടു 4. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ടർ ഡയമീറ്റർ, സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്നർ ഡയമീറ്റർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പോയി നോക്കിയാൽ മതി. ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് പാർട്ടിൽ ഹോളോ സർക്കുലർ ഷാഫ്റ്റിന്റെയും സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെയും പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇക്വേഷനിലെ ജെയിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു എന്നുള്ളൂ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സർക്കുലർ ഷാഫ്റ്റുകൾ ആയതുകൊണ്ട്. ഇനി ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ നിങ്ങൾ ഓൾറെഡി എന്തായാലും പഠിക്കേണ്ട ഇക്വേഷൻ ആണ് ബെൻഡിങ് ഇക്വേഷൻ. സോ ബെൻഡിങ് ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ബെൻഡിങ് ഇക്വേഷൻ ഇതാണ്. m/i ഈസ് ഈക്വൽ ടു f/y ഈസ് ഈക്വൽ ടു e/r. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതില് എക്സ് ആക്സിസിന് അറൌണ്ട് ആയിട്ടുണ്ടാകുന്ന മൊമെന്റ് ആണ് ബെൻഡിങ് മൊമെന്റ് അല്ലെ. അപ്പൊ നടക്കുന്ന എഫക്റ്റ് ആണ് ബെൻഡിങ്. ഇതുപോലെ സെഡ് ആക്സിസിന്, അതിന്റെ ആക്സിസിന്, ഇപ്പോ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് നടക്കുന്ന മൊമെന്റ് ആണ് ടോർഷണൽ മൊമെന്റ്. അതുകൊണ്ടുണ്ടാവുന്നതാണ് ട്വിസ്റ്റിംഗ് അല്ലെ. ഇപ്പൊ മുകളിലത്തെ കേസ് ട്വിസ്റ്റിംഗ്, രണ്ടാമത്തെ കേസ് ബെൻഡിങ്. ഇത് രണ്ടും മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. സോ ആദ്യത്തെ ടേം എന്താ? ടി ബൈ ജെ, ഇവിടെ m/a. എം എന്തായിരുന്നു? ഒരു മൊമെന്റ് ആണ്. ഐ എന്ന് വെച്ചാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ m/i. ഇവിടെ മൊമെന്റ് ഏതാണ്? ടോർഷണൽ മൊമെന്റ് ആണ്. സോ ടി. ഇവിടെ റെസിസ്റ്റ് ചെയ്യേണ്ട സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ സെഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അല്ലെ. ഐ സെഡ് സെഡ്, IXX പ്ലസ് IYY, അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ എമ്മിന് പകരം ടി വന്നു, ഐക്ക് പകരം ജെ വന്നു. സോ ടി ബൈ ജെ ഇൻസ്റ്റെഡ് ഓഫ് m/i. ഇനി ബെൻഡിങ്ങിൽ ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ് ആണ് നമ്മൾ എഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഇങ്ങോട്ട് വന്നാലോ, ടോർഷനിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ആണ് ഈ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി y എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫൈബർ ആണോ കൺസിഡർ ചെയ്യുന്നത്, ഒരു ബീം എടുത്തിട്ട് ആ ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഫൈബറിലോട്ടാണോ നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്, ആ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y അല്ലെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇനി ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ല, റേഡിയൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അല്ലെ. റേഡിയസ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഷിയർ സ്ട്രെസ് ക്യൂ ഏത് പെർട്ടിക്കുലർ എലമെന്റിലാണോ ആക്ട് ചെയ്യുന്നത്, ആ എലമെന്റിലോട്ട് നമ്മുടെ ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈക്ക് പകരം ആറ്, എഫിന് പകരം ക്യൂ. ലാസ്റ്റത്തെ E/r. ഇ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി. ഇവിടുത്തെ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി ബൾക്ക് മോഡുലസ് ആണ് ജി. ബേസിക്കലി അതിന്റെ കൂടെ നമ്മൾ തീറ്റ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. സോ ജി തീറ്റ ആണ് ഇക്ക് പകരം അവിടെ വരിക. ആക്ച്വലി ജി തീറ്റ അല്ല, ജി ആണ് അവിടെ വരിക. താഴെ L/തീറ്റയ്ക്ക് പകരമാണ് ഇവിടെ ആറ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചറിന് പകരം L/തീറ്റ ആണ്. ഓക്കെ, സോ ആ L/തീറ്റ ആണ് ജി തീറ്റ ആയിട്ട് മാറുന്നത്. സോ ഇതാണ് ഇത് രണ്ടു തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സോ ടോർഷൻ ഇക്വേഷൻ എന്താ? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ബെൻഡിങ് ഇക്വേഷൻ m/i ഈസ് ഈക്വൽ ടു f/y ഈസ് ഈക്വൽ ടു E/r. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ കൂടി ഉണ്ട് ഇവിടെ. അതിലൊന്ന് പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ്. പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ, വർക്ക്, എനർജി നമ്മൾ പഠിച്ചിട്ടുള്ള whenever there is a work done there is power associated with that അല്ലെ. ആ ഒരു പവർ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സർക്കുലർ ഷാഫ്റ്റുകൾ സാധാരണ എവിടെയൊക്കെ ഉണ്ടാവുക? നമ്മുടെ വണ്ടികളിലുണ്ട്, അതുപോലെ ടർബൈൻസ്, അത് ഹൈഡ്രോ ഇലക്ട്രിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇവിടെയൊക്കെ സർക്കുലർ ഷാഫ്റ്റ് ധാരാളം. എല്ലാ മെഷീനറീസിലും മിക്കവാറും സർക്കുലർ ഷാഫ്റ്റ്സ് ഉണ്ടാവും. സോ അതിലൊക്കെ ഈ ട്വിസ്റ്റിംഗ് വരുന്ന സമയത്ത് പവർ ജനറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ആ പവറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പവർ ട്രാൻസ്മിറ്റഡ് P ഈസ് ഈക്വൽ ടു 2π/NT/60. 2π/NT/60 ഇത് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. P ഈസ് ഈക്വൽ ടു 2π/NT/60. ഇതില് ടി എന്ന് പറഞ്ഞ ടോർഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ടോർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ടോർഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ടോർക്ക് ആണ് ടി. എൻ എന്താണ്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ ഒരു പെർട്ടിക്കുലർ മിനിറ്റിൽ എത്ര തവണ ഇത് കറങ്ങുന്നുണ്ട്, അതാണ് എൻ എന്ന് പറഞ്ഞത്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. സോ ആ മിനിറ്റിലാണ്, RPM തന്നിരിക്കുന്നതെങ്കിൽ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2π/NT/60 ചെയ്താലും നമുക്ക്
പവർ ട്രാൻസ്മിറ്റഡ് കിട്ടും. ഓക്കെ, ഈ പവർ ട്രാൻസ്മിറ്റഡ് നമുക്ക് ആവശ്യം വരിക ടോർക്ക് കണ്ടുപിടിക്കണം. നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ പവർ തരും. ആ പവറിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടോർഷണൽ മൊമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ ആവശ്യം വരും. സോ അത് പഠിച്ചു വെക്കുക. അടുത്തത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ നമ്മൾ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് മറ്റേ ടോർഷണൽ ഇക്വേഷനിൽ നിന്ന് കിട്ടും. എന്തായിരുന്നു ഇക്വേഷൻ? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ അല്ലെ. അതിൽ ടോ അല്ലെങ്കിൽ എഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. ടോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും റെപ്രസെന്റ് ചെയ്ത് ക്യൂ അല്ലേ. സോ ക്യൂ ഓർ ടോ, ആ ക്യൂ ആണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് മാക്സിമം ആവുന്ന വാല്യൂ, അതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. സോ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഷിയർ സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോർഷൻ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. ടോർഷൻ ഇക്വേഷന്റെ ആദ്യത്തെ രണ്ട് ടേം എന്താ? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ അല്ലെ. ആ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ക്യൂ ആണ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ആ ചിത്രം ഓർത്ത് വെക്കുക. ആ പെർട്ടിക്കുലർ എലമെന്റ് ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ എലമെന്റ്, ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ ആർ ഫ്രം അവർ ഷാഫ്റ്റ് സെന്റർ. സോ ആ ഒരു എലമെന്റിന്റെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടി ബൈ ജെ ഇൻറ്റു ആർ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ. നമ്മളിവിടെ പറയുന്ന മാക്സിമം ഷിയർ സ്ട്രെസിനെ കുറിച്ചാണ്. സോ മാക്സിമം ഷിയർ സ്ട്രെസിനെ കുറിച്ച് അറിയാൻ ഞാൻ ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് 4th മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്, ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഷാഫ്റ്റിലെ. സോ ഷാഫ്റ്റിലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഓരോ റേഡിയസ് എടുത്താലും ആ റേഡിയസിലൊക്കെ ഷിയർ സ്ട്രെസ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അതിന്റെ സെന്ററിൽ 0 വാല്യൂ ആയിരിക്കും. മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ അത് മാക്സിമം ആവും. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് മാക്സിമം അറ്റ് ദ ഡയമീറ്റർ അല്ലെ, ഡയമീറ്റർ ലെങ്തിലായിരിക്കും അത് മാക്സിമം ആവുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ എന്നുള്ളത് മാക്സിമം ആവുന്ന എപ്പോഴാ? ഈ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിന്റെ റേഡിയസ് ആവുമ്പോൾ അല്ലെ. ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ സർക്കുലർ ഷാഫ്റ്റിന്റെ റേഡിയസ് ആവുമ്പോഴാണ് ഷിയർ സ്ട്രെസ് മാക്സിമം ആവുക. ഓക്കെ, സോ ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഒക്കേർഡ് വെൻ ആർ ഈസ് ഈക്വൽ ടു ആർ. സോ ഈ ഇക്വേഷൻ മാറ്റി എഴുതുക. മാക്സിമം ഷിയർ സ്ട്രെസ് ക്യൂ മാക്സ് ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ക്യാപിറ്റൽ ആർ. സോ ഒരു ഷാഫ്റ്റിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ക്യൂ മാക്സ് ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ, വെർ ടി ഈസ് ദ ടോർക്ക്, ജെ ഈസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. സോ ബേസിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ടോർഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ പഠിക്കാനുള്ളൂ. ഈ 3 മേജർ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മുടെ ടോർഷൻ ഇക്വേഷൻ ആണ്, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൻ. രണ്ടാമത്തെ ഇക്വേഷൻ പവർ ട്രാൻസ്മിറ്റഡ്, പി ഈസ് ഈക്വൽ ടു 2 പൈ എൻ ടി ബൈ 60. മൂന്നാമത്തെ ഇക്വേഷൻ മാക്സിമം ഷിയർ സ്ട്രെസ്. ഇത് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ടോർഷൻ ഇക്വേഷൻ ആണ്. ഷിയർ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ഈ ഷാഫ്റ്റിന്റെ റേഡിയസിൽ, അതായത് ഷാഫ്റ്റിന്റെ അറ്റത്ത് ഔട്ടർ റിംഗിൽ. സോ ദാറ്റ് ഇക്വേഷൻ ഈസ് ടി ബൈ ജെ ഇൻറ്റു ആർ. ഈ 3 ഇക്വേഷൻ വെച്ച് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് എക്സാമിൽ ചോദിക്കുക. ആ 2 ടൈപ്പ് പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ: ഫൈൻഡ് ദ മാക്സിമം ഇന്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആൻഡ് ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഗ്രീസ് ഇൻ എ സോളിഡ് ഷാഫ്റ്റ് ഓഫ് 100 mm diameter, 10 meter long, transmitting 112.5 kilowatt at 150 rpm. Take G is equal to 82 kilonewton per mm square. Okay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. മാക്സിമം ഷിയർ സ്ട്രെസ് ക്യൂ മാക്സ് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ, അതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ, ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, കുറെ ഡാറ്റയും തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഏതൊക്കെയാന്ന് നോക്കാം. സോ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 100 mm അല്ലെങ്കിൽ 0.1 മീറ്റർ. ഷാഫ്റ്റിന്റെ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഷാഫ്റ്റ് എത്രയാണ്? 112.5 കിലോ വാട്ട്സ്. വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. സോ 112.5 കിലോ വാട്ട് ആണ് പവർ. ഇനി എൻ, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്, അത് 150 rpm ആണ്. 150 rpm ആണ് അതിന്റെ എൻ വാല്യൂ. ഇനി ഷാഫ്റ്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 മീറ്റർ. റേഡിയസ്, ഷാഫ്റ്റ് റേഡിയസ് 0.05 മീറ്റർ. അത് എവിടുന്ന കിട്ടുക? ഡയമീറ്റർ 0.1 ആണെങ്കിൽ റേഡിയസ് ഡയമീറ്റർ ബൈ 2 അല്ലെ, 0.05 മീറ്റർ. ഇനി ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി, സി ജി എൻ, ഇങ്ങനെ 3 ടേംസിൽ അത് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ജി ആണ് തന്നിരിക്കുന്നത്. ജി എന്ന് പറഞ്ഞ് 82 കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. സോ ഇത്രയും ബേസിക് ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നു ക്യൂ മാക്സ്.
ക്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഷിയർ സ്ട്രെസ്. അത് കണ്ടുപിടിക്കണം. തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമുക്ക് അറിയാവുന്ന ഡാറ്റകൾ മുഴുവൻ എഴുതാം, എന്നിട്ട് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലെ ഇക്വേഷൻസ് എഴുതാം, എന്നിട്ട് ആ ഇക്വേഷനും ഈ തന്നിരിക്കുന്ന ഡാറ്റയും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ആൻസറിലോട്ട് എത്താം. ഇവിടെ നമുക്ക് അറിയാവുന്നത് 3 ഇക്വേഷൻ ആണ്. ടോർഷനിൽ നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ക്യൂ മാക്സ് ഇസ് ഈക്വൽ ടു ടി ബൈ ജെ ഇൻറ്റു ആർ. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മുടെ ടോർഷൻ ഇക്വേഷൻ ആണ്, ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. മൂന്നാമത്തെ പവർ ട്രാൻസ്മിറ്റഡ്, പി ഇസ് ഈക്വൽ ടു 2π/NT/60. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാ? ക്യൂ മാക്സ്. അപ്പൊ ഈ ഇക്വേഷന്റെ ആവശ്യം നമുക്കുണ്ട്. പിന്നെ ഉള്ളത് എന്താ? തീറ്റ. അപ്പൊ തീറ്റ ഉള്ള ഇക്വേഷൻ, അപ്പൊ നമ്മുടെ ടോർഷൻ ഇക്വേഷനും നമുക്ക് ആവശ്യം വരും. പക്ഷേ ഇവിടെ നമ്മൾ ക്യൂ മാക്സ് ആദ്യം കണ്ടുപിടിക്കാൻ പോവാന്ന് വിചാരിക്കാം. ഇപ്പൊ ക്യൂ മാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ടോർഷൻ വേണം, അല്ലെങ്കിൽ ടോർഷണൽ മൊമെന്റ്, അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്ന ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്ന മൊമെന്റിന്റെ വാല്യൂ വേണം. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അത് വേണം. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് വേണം. സോ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ആർ 0.05 തന്നല്ല, നമ്മൾ ഡയമീറ്റർ ബൈ 2, 6 നമുക്ക് കിട്ടി. ഇനിയുള്ളത് എന്താ? ജെ. ജെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ, സർക്കുലർ ഷാഫ്റ്റ് ആണ്. സർക്കുലർ ഷാഫ്റ്റിന്റെ ജെന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എത്രയാണ്? πd⁴/32. മൊമെന്റ് ഓഫ് ഇനേഷ്യ πd⁴/64 ആണ് സർക്കിളിന്റെ. അത് 2 പ്രാവശ്യം കൂട്ടിയാൽ πd⁴/32. അതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, സോ ജെ വാല്യൂ നമുക്ക് ഡയമീറ്റർ അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം. πd⁴/32. സോ ജെ കിട്ടി, ആറ് കിട്ടി. നമുക്ക് എന്തില്ല? ടോർഷൻ ഇല്ല. സോ ടോർഷന്റെ വാല്യൂ, ടോർക്കിന്റെ വാല്യൂ ഇല്ലാതെ നമുക്ക് ക്യൂ മാക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഈ ഒരു ഇക്വേഷനിൽ ഉപയോഗമില്ല, കാരണം ഒരുപാട് അൺനോൺസ് ഉണ്ട് അല്ലെ. തീറ്റ ഓൾറെഡി കണ്ടുപിടിക്കുന്ന അൺനോൺ ആണ്, ക്യൂ നമുക്കറിയില്ല, ആറ് നമുക്കറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ ഉള്ളത് നമുക്കിവിടെ പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? 112.5 കിലോ വാട്ട്. പിന്നെ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് 2π/NT/60 എന്നും ടിയും ഉണ്ട്. അതിൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 150 RPM. സോ പി അറിയാം, എൻ അറിയാം, അൺനോൺ ഏതേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. ആ ടോർക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യൂ മാക്സ് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് തീറ്റയും കണ്ടുപിടിക്കാം. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോർക്കാണ്. ഇപ്പൊ ടോർക്കിന് വേണ്ട ഇക്വേഷൻ ഏതാ? P is equal to 2π/NT/60. ഓക്കെ, ഇനി ഇതില് വേണ്ട വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എന്ന് പറഞ്ഞാൽ പവർ ആണ്. പവർ തന്നിരിക്കുന്ന കിലോ വാട്ടിലാണ്. നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റത്തിൽ വാട്ട് ആണ് അല്ലെ. ഇപ്പൊ കിലോ വാട്ടിനെ വാട്ടായിട്ടാക്കാൻ ഇൻറ്റു 10⁻³ 112.5 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എന്നിന്റെ വാല്യൂ 150 ഇൻറ്റു ടി, ടോർക്ക് ഡിവൈഡഡ് ബൈ 60. സോ 2π ഇൻറ്റു 150 ഇൻറ്റു T/60. ഇത് സോൾവ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ടോർക്ക് ഈസ് ഈക്വൽ ടു 7161.97 ന്യൂട്ടൺ മീറ്റർ, 7161.97 ന്യൂട്ടൺ മീറ്റർ. ഇതൊരു മൊമെന്റ് ആണ് അല്ലെ. മൊമെന്റിന്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് ആൻഡ് ഫോഴ്സ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. സോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, അതാണ് ടോർക്കിന്റെ വാല്യൂ. നമുക്ക് ടി കിട്ടി, ആറ് നമുക്കറിയാം, ജെ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടും. മാക്സിമം ഷിയർ സ്ട്രെസ് ക്യൂ മാക്സ് ഈസ് ഈക്വൽ ടു T/J ഇൻറ്റു ആർ, വിച്ച് ഈസ് ഈക്വൽ ടു ടി എത്രയാണ്? 7161.97. നമ്മുടെ ജെയിന്റെ വാല്യൂ 9.817 ഇൻറ്റു 10⁻⁻6. സോറി, ഇവിടെ യൂണിറ്റ് തെറ്റണം കേട്ടോ. ഇത് mm⁻⁴ അല്ല, m⁻⁴ ആണ്. നമ്മളെല്ലാം മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ 9.817 ഇൻറ്റു 10⁻⁻6 m⁻⁴ ആണ് ജെ, ഇൻറ്റു റേഡിയസ് എത്രയാ? 0.05. സോ ഇത്രോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ക്യൂ മാക്സ് കിട്ടും. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ ദാറ്റ് സർക്കുലർ ഷാഫ്റ്റ് ഈസ് 36.48 Newton/mm². ഓക്കെ, സോ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടി. അതാണ് ഒന്നാമത്തെ പോർഷൻ. രണ്ടാമത്തെ പോർഷൻ എന്താ? തീറ്റ കണ്ടുപിടിക്കണം അല്ലെ. തീറ്റ കണ്ടുപിടിക്കാൻ ഈ ടി അറിയാൻ നമുക്കിപ്പം, ജെ അറിയാൻ നമുക്ക്, ജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ ആദ്യത്തെയും അവസാനത്തെയും ടേം മാത്രം എടുക്കുക, T/Jയും G⁵/L. ഓക്കെ, ആദ്യത്തെയും അവസാനത്തെയും 2 ടേംസ് മാത്രം നമ്മൾ എടുക്കുന്നു. ആ 2 ടേംസ് എടുത്താൽ ഇവിടെ ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ജെ നമുക്ക് അറിയാം, ജി ക്വസ്റ്റ്യനിലുണ്ട്, എൽ ക്വസ്റ്റ്യനിലുണ്ട്. തീറ്റ മാത്രമല്ല അൺനോൺ ഉള്ളൂ. സോ അത് കണ്ടുപിടിക്കാം. T/J ഈസ് ഈക്വൽ ടു G⁵/L. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു,
ഇനി ജെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് 10⁻⁻6 ആണ്, 10 - 6 അല്ല കേട്ടോ. സോ 9.817 ഇൻറ്റു 10⁻⁻6 ഈസ് ഈക്വൽ ടു ജിക്ക് പകരം 82 ഇൻറ്റു 10⁹ 10⁹ എഴുതാൻ സാധാരണ ഇവിടെ എല്ലാം ന്യൂട്ടണും മീറ്ററും ആണ്. ഇത് കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. സോ കിലോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിനെ ഞാൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കിയതാണ് ഇത്. സോ 82 ഇൻറ്റു 10⁻9. അപ്പം കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാൻ ഒരു 10⁻3 വരും. താഴെ മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ ആക്കാൻ 10⁻⁻6 വരും. ആ 10⁻⁻6 മേലെ വന്നാലോ -6 6 ആവും. 6 + 3 9. അതാണ് 82 ഇൻറ്റു 10⁻9 ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 10. ഇവിടെ അൺനോൺ തീറ്റ മാത്രമല്ലേ ഉള്ളൂ. സോ ദിസ് തീറ്റ ഈസ് ഇൻ റേഡിയൻസ്. നമ്മൾ ആ ഇക്വേഷൻ എഴുതിയപ്പോൾ ആ ടേബിളിൽ എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. തീറ്റ ഈസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ റേഡിയൻസ്. നമ്മൾ റേഡിയനിലുള്ള തീറ്റ വാല്യൂ ഇവിടെ കിട്ടുക. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 0.089 റേഡിയൻസ്. ഓക്കെ. സോ ഈ ഇക്വേഷനിൽ ജി തീറ്റ ബൈ എൽ എന്നുള്ള ഇക്വേഷനിൽ തീറ്റ റേഡിയനിലായിരിക്കും എപ്പോഴും. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡിഗ്രീസിലാണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയൻ അല്ല വേണ്ടേ, ഡിഗ്രീസിലാണ് വേണ്ടേ. സോ എത്ര ഡിഗ്രിയാണ് ഒരു റേഡിയൻ, അല്ലെങ്കിൽ എത്ര റേഡിയൻ ആണ് ഒരു ഡിഗ്രി? നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ഡിഗ്രീസ് ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. ഈ ഒരു കൺവേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. സോ ഈ കൺവേർഷൻ അറിയാമെങ്കിൽ നിങ്ങൾ കൺവേർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0.089 റേഡിയൻ ഇൻറ്റു 180 ബൈ പൈ. സോ നമ്മളിവിടെ റേഡിയനെ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 180 ബൈ പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 0.089 ഇൻറ്റു 180 ബൈ പൈ. ദ ആൻസർ ഈസ് 5.1 ഡിഗ്രി. ഓക്കെ. സോ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 5.1 ഡിഗ്രി ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് 36.48 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടോർഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇത് ഏത് രീതിയിലും ചോദിക്കാം. ഇപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആയിരുന്നു അൺനോൺ. ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ നിങ്ങളോട് എല്ല് കണ്ടുപിടിക്കാൻ പറയാം, ഷാഫ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെ ഈ ടോർഷൻ ഇക്വേഷനിലുള്ള ഓരോ സാധനങ്ങൾ മാറ്റി തരാം. അതിനനുസരിച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. അപ്പൊ സ്റ്റെപ്സ് ഇങ്ങനെ ഓർത്തിരിക്കുക. നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ എഴുതാം, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഒക്കെ എഴുതാം, എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് എഴുതാം. എന്നിട്ട് ആ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഇന്ന വാല്യൂ കിട്ടും, ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു രീതിയിൽ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇതാണ് വൺ കൈൻഡ് ഓഫ് പ്രോബ്ലം. എന്ന് വെച്ചാൽ ഒരു കാര്യം തന്നിട്ട് വേറൊരു കാര്യം കണ്ടുപിടിക്കാം. അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടോർഷനിൽ ഇതാണ്. ലെറ്റ് us see. Determine the diameter of a solid shaft which will transmit 440 kilowatt at 280 rpm. The angle of twist must not exceed 1 degree per meter length and the maximum torsional stress is to be limited to 40 Newton per mm square. Assume G is equal to 84 kilonewton per millimeter square. ഇത് ആക്ച്വലി ഒരു ഡിസൈൻ പ്രോബ്ലം ആണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അറിയാവുന്ന ഫോഴ്സസിന് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന സ്ട്രെസ്സിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ഡിസൈൻ ചെയ്തെടുക്കുക. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് അതിന്റെ ഡിഗ്രി ട്വിസ്റ്റ് നമ്മൾ പറഞ്ഞു തീറ്റയിലല്ല മെഷർ ചെയ്യാം. ആ തീറ്റ എന്ന് പറയുന്നത് 1 ഡിഗ്രിയേക്കാൾ കൂടുതൽ, 1 മീറ്ററിൽ 1 ഡിഗ്രി. ഓക്കെ. 1 മീറ്റർ ലെങ്ത്തിന് 1 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആ ട്വിസ്റ്റ് കൂടാൻ പാടില്ല. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ മാക്സിമം ഷിയർ സ്ട്രെസ്, അതിന്റെ മാക്സിമം ടോർഷണൽ ഷിയർ സ്ട്രെസ്, അത് നമ്മളെങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ക്യൂ മാക്സ് അല്ലെ. ക്യൂ മാക്സ് 40-ലും കൂടാൻ പാടില്ല. രണ്ട് കണ്ടീഷന് നമ്മൾ ആ ഡയമീറ്റർ ഡിസൈൻ ചെയ്യണം. ഒന്നാമത്തെ എന്താണ്? ക്യൂ മാക്സ് 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കൂടാൻ പാടില്ല. രണ്ടാമത്തത് 1 മീറ്റർ ലെങ്ത്തിൽ തീറ്റ 1 ഡിഗ്രിയേക്കാൾ കൂടുതൽ കൂടാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഡയമീറ്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. സോ തന്നിരിക്കുന്ന ഡാറ്റ പവർ 440 കിലോവാട്ട്, എൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് 280, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ജി തന്നിട്ടുണ്ട്. ഇവിടെ 82 അല്ല 84 ആണ്. ഓക്കെ. ഷാഫ്റ്റ് ലെങ്ത് 1 മീറ്റർ. ഓക്കെ. ഷാഫ്റ്റ് ലെങ്ത് 1 മീറ്റർ ഞാൻ എഴുതാൻ കാരണം ഇവിടെ തന്നിരിക്കുന്നുണ്ടോ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് മസ്റ്റ് നോട്ട് എക്സീഡ് 1 ഡിഗ്രി പെർ മീറ്റർ ലെങ്ത്. സോ 1 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 ഡിഗ്രി പെർ മീറ്റർ ലെങ്ത്. സോ 1 മീറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. എൽ ഈസ് ഈക്വൽ ടു 1. സോ ഷാഫ്റ്റ് ലെങ്ത് ജി എൻ പി തന്നിട്ടുണ്ട്. ഇത് 84 ആണെന്ന് ഓർക്കുക. ഓക്കെ. നൗ ലെറ്റ് us do the problem. നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഒന്നാമത്തെ കണ്ടീഷൻ ഏതാ? ക്യൂ മാക്സ്
40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ കൂടാൻ പാടില്ല. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഷുഡ് ബി 40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. രണ്ടാമത്തത് തീറ്റ ഷുഡ് ബി 1 ഡിഗ്രി അല്ലെ, 1 മീറ്റർ ലെങ്ത്തിൽ 1 ഡിഗ്രി ആയിരിക്കണം ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഓരോ കണ്ടീഷനും എടുക്കണം. ഈ രണ്ട് കണ്ടീഷനും എടുത്തിട്ട് ആ രണ്ട് കണ്ടീഷനിലെ ഡയമീറ്റർ എടുക്കണം. എന്നിട്ട് അതിൽ മാക്സിമം വരുന്ന ഡയമീറ്റർ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ രണ്ട് കണ്ടീഷൻ എടുക്കുക. ആ രണ്ട് കണ്ടീഷനിൽ മാക്സിമം വരുന്ന ഡയമീറ്റർ അതാണ് നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ മാക്സ് ആണ്. ക്യൂ മാക്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ, ടി ബൈ ജെ ഇൻറ്റു ആർ ആണ്. അതിൽ ടോർഷൻ വേണം അല്ലെങ്കിൽ ടോർക്ക് വേണം. ടോർക്ക് ഇവിടെ എവിടെയും തന്നിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഇവിടെ പവർ തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. പവറും എന്നും അറിയാമെങ്കിൽ നമുക്ക് ടോർക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. പി ഈസ് ഈക്വൽ ടു 2 pi nt by 60 which is equal to 440 into 10 raised to 3 which is equal to 2 pi into 280 into t divided by 60. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു 15,006.04 ന്യൂട്ടൺ മീറ്റർ അല്ലെ, 15,006.04 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. ഇത്രേ ചെയ്തുള്ളൂ. എന്നും അറിയാം, പിയും അറിയാം. എന്നും പി അറിയാവുന്നതുകൊണ്ട് ടോർക്ക് കണ്ടുപിടിച്ചു. കാരണം നമുക്ക് ടി ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും ആവശ്യമുണ്ട് അല്ലെ, ടോർഷണൽ മൊമെന്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ടി എടുത്തത്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ഡയമീറ്റർ റിക്വയർഡ് ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ്. സോ ക്യൂ മാക്സ് 40 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടി ഇത്രയുമാണ് 15,006. ജെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പൈ ഡി റേസ് ടു 4/32 ആണ് അല്ലെ. ഇവിടെ ഡിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? ഡയമീറ്റർ ആണ്. അപ്പോൾ ഡി നമുക്ക് അറിയില്ല. സോ ജെ അതേപോലെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 40 into 10 raised to 6 അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിനെ ഞാൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കി. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് 10 raised to 6. സോ 40 into 10 raised to 6 ആണ് ക്യൂ മാക്സ്. ടി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്ററിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ കൺവേർഷൻ ചെയ്തത്. 15,006.046 അതാണ് ടോർക്ക്. ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ. നൗ ജെ വാല്യൂ ഈസ് പൈ ബൈ 32 ഡി റേസ് ടു 4. ഓക്കെ, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ പൈ ഡി റേസ് ടു 4/32 ആണ് ഇൻറ്റു ആർ. ഇപ്പോൾ റേഡിയസ് നമുക്കറിയില്ല. ഡയമീറ്റർ ഉണ്ടെങ്കിൽ ബൈ 2 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് റേഡിയസിന് പകരം ഡി ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ജെക്കും ഡിയിൽ ഒരു ഇക്വേഷൻ എഴുതി, ആറിനും ഡിയിൽ ഒരു ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇവിടെ അൺനോൺ എന്തേ ഉള്ളൂ? ഡി എ ഉള്ളൂ അല്ലെ. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഡി മാത്രമല്ല അൺനോൺ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഡയമീറ്ററിന്റെ വാല്യൂ കിട്ടും. അപ്പം ഇത് കട്ട് ചെയ്ത് ഡി ക്യൂബ് കിട്ടും. ബാക്കിയെല്ലാം സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 1.911. ഓക്കെ, ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 1.911. ഇനി മിനിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കൺസിഡറിങ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഇവിടെ നോക്കിക്കേ, ഷിയർ സ്ട്രെസ്സും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ? ഷിയർ സ്ട്രെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ അല്ലെ. ഷിയർ സ്ട്രെസ് ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ആണ്. ഇപ്പൊ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് ഷിയർ സ്ട്രെസ് എന്ത് ചെയ്യും? കുറയും അല്ലെ. ഇപ്പം ഡയമീറ്റർ കുറഞ്ഞാലോ ഷിയർ സ്ട്രെസ് കൂടും. ഇപ്പൊ മിനിമം ഡയമീറ്റർ നമുക്ക് വേണ്ടത്. ഈ ഒരു ഡയമീറ്ററിനേക്കാൾ കുറഞ്ഞാൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കിയ ക്യൂ മാക്സിന്റെ ഇപ്പുറത്താണ് ടി ബൈ ജെ ഇൻറ്റു ആർ ഉള്ളത്. സോ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ടി ആക്ച്വലി ക്യൂ പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് ആണ് അല്ലെ. ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ഡി ക്യൂബ് ഉണ്ട്. ഇപ്പൊ ഡി കൂടിയാൽ ക്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് ആണ്. ഇപ്പൊ ക്യൂ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡി കുറയണം. അല്ലെങ്കിൽ ഡി കൂടിക്കഴിഞ്ഞാൽ ക്യൂ കുറയും. അതാണ് ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ കൂടും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ മിനിമം ഡയമീറ്റർ എന്ന് പറയാൻ കാരണം ഇവിടെ ഡയമീറ്ററിന്റെ വാല്യൂ 0.124 ആണെങ്കിൽ അപ്പോൾ വരുന്ന ഷിയർ സ്ട്രെസ് 40 ആണ്. ഇനി 0.124 കുറഞ്ഞൊരു വാല്യൂ ആണെങ്കിലോ അവിടെ എന്ത് സംഭവിക്കും? ഷിയർ സ്ട്രെസിന്റെ വാല്യൂ 40 കൂടുതൽ പോകും. അപ്പൊ ആ ഡയമീറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. സോ ഡയമീറ്റർ 0.124 ആണെങ്കിൽ ഷിയർ സ്ട്രെസ് 40 ആയിരിക്കും. അതിനേക്കാൾ കുറഞ്ഞ ഒരു ഡയമീറ്റർ ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഷിയർ സ്ട്രെസ് 40 മുകളിൽ പോകും. അത് അക്സെപ്റ്റബിൾ അല്ല. സോ മിനിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് കൺസിഡറിങ് മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് 0.124 മീറ്റർ. സോ നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട മിനിമം ഡയമീറ്റർ എത്രയാ? 0.124. ഓക്കെ, now second condition, diameter required for 1 degree angle of twist.
നമുക്ക് തന്നിരിക്കുന്ന ടോർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ജെ പൈ ഡി റേസ് ടു 4/32 ആണെന്നറിയാം. എൽ 1 മീറ്റർ ആണെന്നറിയാം. തീറ്റ 1 ഡിഗ്രി. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. നമ്മൾ പറഞ്ഞു 180 ഡിഗ്രി പൈ റേഡിയൻ ആണ്. സോ 1 ഡിഗ്രി ഈസ് π/180 റേഡിയൻ. ഓക്കെ, ആ ഒരു കൺവേർഷൻ നമ്മൾ എടുത്തു. കാരണം നമ്മുടെ ടോർഷൻ ഇക്വേഷനിൽ റേഡിയനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട തീറ്റയാണ്, സോറി തീറ്റയല്ല, ഡയമീറ്റർ ആണ്. നമ്മൾ ടി, ജെ, എൽ, തീറ്റ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? T/J = G(θ/a). നമ്മുടെ ടോർഷൻ ഇക്വേഷന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ T/J = Gθ/L എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനിൽ എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോർക്ക് ടി 15,006, ജെ പൈ ഡി റേസ് ടു 4/32, ജി തീറ്റയിലെ ജി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 84 × 10⁹ തീറ്റ 1 ഡിഗ്രി ആണ്. 1 ഡിഗ്രി ഫോർ 1 മീറ്റർ ലെങ്ത് അല്ലേ? ആ 1 ഡിഗ്രീനെ നമ്മൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ π/180 ഡിവൈഡഡ് ബൈ ലെങ്ത് 1. സോ ഇതിൽ അൺനോൺ ഏതേ ഉള്ളൂ? d⁻⁴ മാത്രമേ ഉള്ളൂ. സോ d⁻⁴ ഈസ് ഈക്വൽ ടു 1.032. ഇനി ഇവിടെയും നോക്കുക, തീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d⁻⁴ ആണ്. അതായത് ഡയമീറ്റർ കുറഞ്ഞാൽ തീറ്റ കൂടും, ഡയമീറ്റർ കൂടിയാൽ തീറ്റ കുറയും. നമ്മുടെ കണ്ടീഷൻ എന്താ? മാക്സിമം പോസിബിൾ 1 ഡിഗ്രി ആംഗിൾ ഓഫ് ട്വിസ്റ്റേ പാടുള്ളൂ. അപ്പം നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് മിനിമം ഡയമീറ്റർ ഫോർ ദ ഷാഫ്റ്റ് ഫോർ 1 ഡിഗ്രി എത്രയാണ്? 0.101 മീറ്റർ ആണ്. സോ 0.101 മീറ്റർ ആണെങ്കിൽ നമുക്ക് 1 ഡിഗ്രി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കിട്ടും. ഇനി 0.101 കുറഞ്ഞൊരു വാല്യൂ ആണെങ്കിലോ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 1 ഡിഗ്രിയേക്കാൾ കൂടുതലും. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് മിനിമം വേണ്ട ഡയമീറ്റർ എത്രയാ? 0.101 മീറ്റർ. നമ്മൾ രണ്ട് കണ്ടീഷനിൽ നിന്ന് രണ്ട് ഡയമീറ്റർ കണ്ടുപിടിച്ചു അല്ലെ? ഒന്ന് 0.124, അതെവിടെയായിരുന്നു? കൺസിഡറിങ് ഷിയർ സ്ട്രെസ്. ഇവിടെ 0.101 കൺസിഡറിങ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഓക്കെ, സോ ഇതിൽ ഏത് വാല്യൂ ആണ് അവസാനം ഡിസൈനിൽ എടുക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി മാക്സിമം ഓഫ് ദിസ് ടു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സോ 0.124 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് 40 കൂടുതൽ പോകും. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു 0.124 കുറഞ്ഞ ഒരു വാല്യൂ എടുത്താൽ ഷിയർ സ്ട്രെസ് 40 മേലെ പോകും അല്ലെ? 0.101 കുറഞ്ഞത് പോയാലും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 1 ഡിഗ്രിയേക്കാൾ കൂടുതലാവും. പക്ഷെ ഇവിടെ നോക്കുക, നമ്മൾ എടുക്കേണ്ട കൺസിഡർ ചെയ്യേണ്ട വാല്യൂ ഒന്ന് 0.124 ഒന്ന് 0.101. ഈ 0.101 എന്ന് പറഞ്ഞാൽ 0.124 കുറഞ്ഞ ഡയമീറ്റർ അല്ലേ? അപ്പൊ ഈ ഡയമീറ്റർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 40 Nm/mm² കൂടുതലായി പോകും. അപ്പോൾ ഈ രണ്ട് വാല്യൂവിൽ ഏതാണ് മാക്സിമം വാല്യൂ? ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾ രണ്ട് കൺസിഡറേഷനും എടുക്കുക. ആദ്യം ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുക, രണ്ടാമത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കുക. അതിന്റെ രണ്ടിന്റെയും ഡയമീറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേത് ഡയമീറ്റർ ആണോ മാക്സിമം ആ ഡയമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഡയമീറ്റർ ഏതാണ്? അതാണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 0.124 മീറ്റർ അല്ലെങ്കിൽ 124 mm. അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. സോ ഇതെങ്ങനെയാ ചെയ്യാമെന്നും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ടോർഷൻ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിൻ സിലിണ്ടേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ആ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട് തിൻ സിലിണ്ടേഴ്സ് ആണ്. സോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തിനൊക്കെ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുക കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡുകളിൽ? ഒന്നാമത് നമ്മുടെ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ കൺവേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പൈപ്സിലൂടെയാണ്. അതുപോലെ നമ്മുടെ വാട്ടർ കൺവെയൻസ് സിസ്റ്റം, കോൺക്രീറ്റിന്റെ പൈപ്സ് ഒക്കെ, അതും ഒരു സിലിണ്ടർ ഷേപ്പാണ് അല്ലേ? സോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സിലിണ്ടേഴ്സ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് കമ്പോണൻസ് ഓഫ് മെഷീനറീസ്, സ്റ്റീം ബോയിലേഴ്സ്, ഗ്യാസ് പൈപ്സ്, ഓയിൽ ടാങ്ക്സ്. സോ ഇതിന്റെ ഉള്ളിലൊക്കെ സാധാരണ ഉണ്ടാവുക ഫ്ലൂയിഡ്സ് ആണ്. സോ ഫ്ലൂയിഡ്സ് പ്രഷർ അപ്ലൈ ചെയ്യും. നിങ്ങൾ ഹൈഡ്രോളിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഫ്ലൂയിഡ്സ് ഇതിന്റെ വാൾസിൽ പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെ പ്രഷർ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാകുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? സ്ട്രെസ് ആയിരിക്കും. സോ നോർമലി ഓൾ കൈൻഡ് ഓഫ് സിലിണ്ടേഴ്സ്, നമ്മൾ തിൻ സിലിണ്ടേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, ഓൾ കൈൻഡ് ഓഫ് സിലിണ്ടേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്. ഒന്ന് റേഡിയൽ സ്ട്രെസ്, രണ്ടാമത്തത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, മൂന്നാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, റേഡിയൽ സ്ട്രെസ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ 3 സ്ട്രെസ്സും സാധാരണ ഒരു ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സിലിണ്ടറിൽ ഉണ്ടാവും.
പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 3 സ്ട്രെസ്സസിനെ കുറിച്ചല്ല, തിൻ സിലിണ്ടേഴ്സിലെ സ്ട്രെസ്സസിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തിൻ സിലിണ്ടർ എന്താണെന്ന് അറിയണ്ടേ? സോ സിലിണ്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഗ്യാസോ ഒക്കെ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ, അതൊക്കെ സിലിണ്ടർ ഷേപ്പിലാണ്. സോ ആ സിലിണ്ടർ ഷേപ്പിലുള്ള പൈപ്പ് ലൈനിൽ ഫ്ലൂയിഡ് അതിന്റെ വാൾസിലോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ആ പ്രഷർ കൊണ്ട് സ്ട്രെസ്സസ് ഉണ്ടാവും. ഇനി തിൻ സിലിണ്ടേഴ്സിൽ ഏതൊക്കെ സ്ട്രെസ്സസ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ തിൻ സിലിണ്ടർ എന്താണെന്ന് അറിയണ്ടേ? എന്നിട്ട് നമുക്ക് സിലിണ്ടറിന്റെ ഒരു ഷേപ്പ് നോക്കാം. സോ ഇതാ ഒരു സിലിണ്ടറിക്ക് ഷേപ്പ് ആണ് അല്ലെ? സോ സിലിണ്ടറിന്റെ ലെങ്ത് അതാണ് L. ആ സിലിണ്ടറിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾഭാഗത്തിന്റെ കട്ടി, അതാണ് T. ഇവിടെ തിക്നെസ് T. ഇനി അതിന്റെ ഇന്റേണൽ ഡയമീറ്റർ, ഉള്ളിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡയമീറ്റർ, അതാണ് D. ഓക്കെ, 3 വാല്യൂസ് നമ്മൾ കണ്ടു. L, D, T. L ലെങ്ത്, D ഇന്റേണൽ ഡയമീറ്റർ, T അതിന്റെ തിക്നെസ്. ഓക്കെ, നൗ if this T വാല്യൂ, ഈ തിക്നെസ് വാല്യൂ ഡയമീറ്റർ വാല്യൂവിന്റെ 1/20 കുറവാണെങ്കിൽ, if T is less than 1/20 times of the diameter, then the cylinders are called thin cylinders. Okay, ഇതാണ് thin cylinderന്റെ definition. So for a cylinder, if the thickness is less than 1/20 times its internal diameter, then the cylinders are known as thin cylinders. തിൻ സിലിണ്ടേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ 2 സ്ട്രെസ്സസെ നമ്മൾ പരിഗണിക്കുള്ളൂ. മൂന്നാമത്തെ സ്ട്രെസ്സസിനെ നമ്മൾ ഒഴിവാക്കി കളയും. സോ ആസ് പെർ ദ തിൻ സിലിണ്ടേഴ്സ് തിയറി, ദ സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടേഴ്സ് ആർ 2: സർക്കംഫറൻഷ്യൽ ഓർ ഹൂപ്പ് സ്ട്രെസ്. സോ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, അല്ലെങ്കിൽ അതിലൊരു പേരും കൂടി ഉണ്ട്, ഹൂപ്പ് സ്ട്രെസ്. രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സോ ഈ 2 സ്ട്രെസ്സസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ കാണാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പലതവണ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് കാണാം, വാട്ട് ഈസ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നുള്ള. ആ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം കാണാം. സോ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഓർ ഹൂപ്പ് സ്ട്രെസ് ഈസ് ദ സ്ട്രെസ് എക്സേർട്ടഡ് സർക്കംഫറൻഷ്യലി ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഓൺ എവറി പാർട്ടിക്കിൾ ഇൻ ദ സിലിണ്ടർ വാൾ. ഇപ്പൊ നമ്മൾ സിലിണ്ടറിന്റെ ഷേപ്പ് കണ്ടു. ഇപ്പൊ സിലിണ്ടർ വാൾ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഉള്ള സാധനം അല്ലേ? സോ അതിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ആ വാൾസിൽ പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാൾസ് തിരിച്ച് സ്ട്രെസ് കൊടുക്കും അല്ലെ? റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്ട്രെസ് അറൌണ്ട് ദ സർക്കംഫറൻസ് ആണെങ്കിൽ, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ ചുറ്റളവിൽ പെരിമീറ്ററിലുള്ള സ്ട്രെസ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം, ഇങ്ങനെയാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. സോ ഈ ഷാഫ്റ്റിന്റെ, അല്ലെങ്കിൽ സോറി, ഈ സിലിണ്ടറിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത് ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ അതിനെ കൃത്യം നമ്മുടെ സിലിണ്ടറിനെ 2ആയിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗത്തു നിന്ന് മുകളിലോട്ടും ഒരു ഭാഗത്തു നിന്ന് താഴോട്ടും ആ സ്ട്രെസ് ആക്ട് ചെയ്യും. 2 ടെൻസൈൽ നാച്ചുറൽ ആയിരിക്കും. സോ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. സോ ചിത്രം വരയ്ക്കണം, ഈ ഡെഫിനിഷൻ എഴുതണം. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ബോത്ത് ഡയറക്ഷനിൽ ഉണ്ടാവും. അതായത് ഒരു സിലിണ്ടറിനെ 2ആയിട്ട് കട്ട് ചെയ്താൽ അതിന്റെ 2 ഡയറക്ഷനിലും ആ സ്ട്രെസ് ഉണ്ടാവും. അത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിരിക്കും. ഈ 3 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഇനി ഹൂപ്പ് സ്ട്രെസിന്റെ ഇക്വേഷൻ ഇതാണ്: എഫ് സി, സർക്കംഫറൻഷ്യലിന്റെ സി. സോ എഫ് സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2t. ഈ ഇക്വേഷൻ പഠിക്കണം. ഹൂപ്പ് സ്ട്രെസ് എഫ് സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2t. ഹൂപ്പ് സ്ട്രെസ് എഫ് സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2t, വെർ പി ഈസ് ദ ഫ്ലൂയിഡ് പ്രഷർ. നമ്മൾ പറഞ്ഞു ഇതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് അതിന്റെ വാൾസിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. സോ പി ഫ്ലൂയിഡ് പ്രഷർ ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട ഇന്റേണൽ ഡയമീറ്റർ, വാൾ തിക്നെസ് കുറച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള ഡയമീറ്റർ, അതാണ് ഡി. ടി എന്ന് പറഞ്ഞാൽ തിക്നെസ്. സോ ഹൂപ്പ് സ്ട്രെസ് എഫ് സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 2t. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. സോ നിങ്ങളോട് വാട്ട് ഈസ് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ വാട്ട് ഈസ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ എഴുതുക, ചിത്രം വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക, ഇക്വേഷനിൽ ഓരോ കാര്യങ്ങളും എന്താണെന്ന് എഴുതുക. ഓക്കെ, അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എലോങ് ദ ലെങ്ത് അല്ലെങ്കിൽ എലോങ് ദ ആക്സിസ് ആണ് അല്ലെ? സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെസ് എക്സേർട്ടഡ് ലോഞ്ചിറ്റ്യൂഡിനലി, അതായത് പാരലൽ ടു ദ ആക്സിസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓൺ എവറി പാർട്ടിക്കിൾ ഇൻ ദ സിലിണ്ടർ വാൾ. സോ ഇത് നേരത്തെ ഹൂപ്പ് സ്ട്രെസ് പെർപെൻഡിക്കുലർ ആയിരുന്നു, സർക്കംഫറൻഷ്യൽ ആയിരുന്നു. എന്നാൽ ഇതോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെയാ? ഈ ഒരു ചിത്രത്തില് നമ്മൾ ആ സിലിണ്ടറിനെ കട്ട് ചെയ്ത് കൃത്യം അതിന്റെ
ലെങ്ത് വൈസ് ആണ് അല്ലേ? ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലെങ്ത് വൈസിലുള്ള ഷെല്ലിൽ നിന്ന് വരുന്ന സ്ട്രെസ്സസ് ആണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് വൈസ് അല്ല കട്ട് ചെയ്യുന്നത്, ഡയമീറ്റർ വൈസ് ആണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യും, കണ്ടോ? അതിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ പോകുന്ന ലൈനാണ് ആക്സിസ്, കണ്ടോ? ഈ പോകുന്ന ലൈനാണ് ആക്സിസ്. സോ ആക്സിസിന് പാരലൽ ആയിട്ട് രണ്ട് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്. സോ രണ്ട് സൈഡിലും ആ വാളിൽ ആക്സിസിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലോങ് ദ ലെങ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിലോട്ട് വന്നാലോ, നമ്മൾ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എലോങ് ദ ഡയമീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ ഷെല്ലിൽ നോക്കുക, അപ്പോൾ ആ വാൾസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഇതാണ്, പി ഡി ബൈ 4t. ഹൂപ്പ് സ്ട്രെസ് പി ഡി ബൈ 2t ആയിരുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് പി ഡി ബൈ 4t ആണ്. അതായത് ഹൂപ്പ് സ്ട്രെസ്സിന്റെ പകുതി ആയിരിക്കും എപ്പോഴും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓർത്തു വെക്കുക, എഫ് സി ഹൂപ്പ് സ്ട്രെസ് ആണ്, എഫ് എൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണെങ്കിൽ എഫ് എൽ ഈസ് ഈക്വൽ ടു എഫ് സി ബൈ 2. അതാണ് അതിന്റെ റിലേഷൻ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് പി ഡി ബൈ 4t ആണ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രഷർ, ഡി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡയമീറ്റർ, ടി എന്ന് പറഞ്ഞാൽ തിക്നെസ്. സോ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഈ പോർഷനിൽ പഠിച്ചു വെക്കണം, ഈ രണ്ട് ഡെഫിനിഷനും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി തിൻ സിലിണ്ടർ തിയറിയിൽ നമ്മൾ പഠിക്കാനുള്ള സ്ട്രെയിൻ ആണ്. ഓക്കെ, അതിനു മുൻപ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഇവിടെ കാണാം. സോ ഈ ബ്ലൂ ലൈനിൽ കാണുന്ന പ്രഷറാണ് ആ വാളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. അങ്ങനെ വാളിൽ പ്രഷർ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കണ്ടോ, ഇതാണ് സർക്കംഫറൻസ്. ആ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, അതാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. ഇനി അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ അതിന്റെ അലോങ് ദ ആക്സിസ് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സോ ഈ ഒരു ഡെഫിനിഷൻ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. സോ രണ്ടിന്റെ ഇക്വേഷൻ പഠിക്കണം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, സിമ്പിൾ പ്രോബ്ലംസ്. അടുത്ത സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് നമ്മൾ പഠിച്ചു, സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ എപ്പോഴും പഠിക്കുന്ന അല്ലെ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിഫോർമേഷൻ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു, ഇനി ഡിഫോർമേഷനെ കുറിച്ച് പഠിക്കണം. അപ്പൊ സ്ട്രെയിൻ സാധാരണ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. അങ്ങനെ പല ഡയറക്ഷനിൽ പല ടൈപ്പ് സ്ട്രെയിൻസ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. സോ ആ ഓരോ സ്ട്രെയിനിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഒന്നാമത്തത് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ഓർ ഡയമട്രിക്കൽ സ്ട്രെയിൻ. സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയമട്രിക്കൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ചേഞ്ച്. സോ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. അതിന്റെ ഇക്വേഷൻ പി ഡി ബൈ 4t ഇ ഇൻറ്റു 2 മൈനസ് മ്യൂ. ഓക്കെ, പി ഡി ബൈ 4t ഇ ഇൻറ്റു 2 മൈനസ് മ്യൂ. ഇതിൽ ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്, മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിസൺസ് റേഷ്യോ ആണ്. ഓക്കെ, മ്യൂ പോയിസൺസ് റേഷ്യോ, ഇ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പി പ്രഷർ ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, ടി എന്ന് പറഞ്ഞാൽ തിക്നെസ്. സോ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയമട്രിക്കൽ സ്ട്രെയിൻ എത്രയാണ്? ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു പി ഡി ബൈ 4t ഇൻറ്റു 2 മൈനസ് മ്യൂ. ഇങ്ങനെയാണ് നമ്മൾ ഡയമീറ്ററിലെ ചേഞ്ച് കണ്ടുപിടിക്കുക. അടുത്ത ലെങ്ത്തിന്റെ ചേഞ്ച്, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. Longitudinal strain EL is equal to delta L by L. Okay, change in length by original length, which is equal to PD by 4t into 1 minus 2 mu. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നന്നായിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. പി ഡി ബൈ 4t ഇൻറ്റു 2 മൈനസ് മ്യൂ, ഇവിടെ പി ഡി ബൈ 4t ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആയി. ഇനി ചേഞ്ച് വരുന്നത് ഡയമീറ്ററും ചേഞ്ച് ആയി, ലെങ്ത്തും ചേഞ്ച് ആയി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു പി ഡി ബൈ 4t ഇൻറ്റു 5 മൈനസ് 4 മ്യൂ. ഓക്കെ, പി ഡി ബൈ 4t ഇൻറ്റു 5 മൈനസ് 4 മ്യൂ. ഓക്കെ, ഇതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അതിൽ ഓരോ വാല്യൂ നമ്മൾ അറിയാം. പി ഫ്ലൂയിഡ് പ്രഷർ ആണ്, ഡി ഇന്റേണൽ ഡയമീറ്റർ ആണ്, ടി തിക്നെസ്, മ്യൂ പോയിസൺസ് റേഷ്യോ,
ഇ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, എൽ ലെങ്ത്, വി വോളിയം. ഇപ്പൊ ഈ തിൻ സിലിണ്ടർ എന്നുള്ള പോർഷനിൽ നിങ്ങൾ ഈ 5 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൂപ്പ് സ്ട്രെസിന്റെ ഇക്വേഷൻ, രണ്ടാമത്തെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസിന്റെ ഇക്വേഷൻ, പിന്നെ ഈ 3 സ്ട്രെയിനിന്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സിലിണ്ടറിക്കൽ ഷെൽ 4 meter long, 1 meter diameter and thickness 12 meter is subjected to an internal pressure of 1.2 Newton per mm square. Calculate the longitudinal and hoop stress and change in diameter, length and volume. Take E is equal to 2 into 10 raised to 5 Newton per mm square അല്ലെങ്കിൽ mu is equal to 0.3. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കുറെ ഡാറ്റ തന്നിട്ടുണ്ട്. ഷെല്ലിന്റെ ഡയമീറ്ററും തിക്നെസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഫ്ലൂയിഡ് പ്രഷറും തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് സ്ട്രെസ്സും ചേഞ്ച് ഇൻ ഡയമീറ്റർ, ലെങ്ത്, വോളിയം കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഈ 5 ഇക്വേഷനും നിങ്ങൾ ഇവിടെ ഉപയോഗിക്കണം. ടിപ്പിക്കൽ പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് 4 മീറ്റർ ആണെന്ന് പറഞ്ഞു, ഡയമീറ്റർ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, തിക്നെസ് 12 mm എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്ലൂയിഡ് പ്രഷർ പി അത് 1.2 Newton per mm square ആണ്. ഇ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി 2 into 10 raised to 5, mu Poisson's ratio 0.3. Okay. Now hoop stress അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഇക്വേഷൻ എന്താ? എഫ് സി ഇസ് ഇക്വൽ ടു പി ഡി ബൈ 2t. നമ്മൾ പഠിച്ചല്ലേ, പി ഡി ബൈ 2t ആണ് ഇക്വേഷൻ. പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.2, ഡി 1 മീറ്റർ ആണ്, ഞാൻ എല്ലാം എം എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ 1 into 1000 അതായത് 1000 millimeter, അതാണ് ഡയമീറ്റർ, ഡിവൈഡഡ് ബൈ 2 തിക്നെസ് 2 into തിക്നെസ് 12. സോ പി ഡി 2t. ഓക്കെ, പി ഡി ബൈ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? ഹൂപ്പ് സ്ട്രെസ് 50 Newton per mm square ആണ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഹൂപ്പ് സ്ട്രെസ് കിട്ടി 50 Newton per mm square. നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൂപ്പ് സ്ട്രെസിന്റെ പകുതി ആയിരിക്കും ലോഞ്ചിറ്റ്യൂഡിന്റെ സ്ട്രെസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, 50/2 25 എന്ന് എഴുതാം, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിന്റെ സ്ട്രെസ് എഫ് എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 4t അല്ലെ, പി ഡി ബൈ 4 times t. സോ 1.2 into 1 into 1000, വ്യത്യാസം 4 മാത്രമേ ഉള്ളൂ അല്ലെ, 2 വരെ 4 ആയി, 4 into 12 25 Newton per mm square. സോ ഇങ്ങനെയാണ് സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. ഹൂപ്പ് സ്ട്രെസ് ആയി, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആയി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം. സോ ഇത് 3 കണ്ടുപിടിക്കാൻ നമ്മുടെ സ്ട്രെയിൻ ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കണം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണ് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയമെട്രിക്കൽ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ ഈ സ്ട്രെയിൻ വാല്യൂസ് അറിയെങ്കിൽ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ഡയമെട്രിക്കൽ സ്ട്രെയിൻ, ഇ ഡി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി. ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പി ഡി ബൈ 4t ഇൻറ്റു 2 മൈനസ് മ്യൂ. സോ ആ 3 ഇക്വേഷൻ പഠിക്കണം. പി ഡി ബൈ 4t ഇൻറ്റു 2 മൈനസ് മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിക്ക് 1, 1.2, ഡിക്ക് 1 into 1000 മില്ലിമീറ്ററിലാക്കി, 4 into തിക്നെസ് 12, ഈ 2 into 10 raised to 5, മ്യൂവിന്റെ വാല്യൂ 0.3. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമെട്രിക്കൽ സ്ട്രെയിൻ കിട്ടും. എത്ര? 2.125 into 10 raised to -4. ഇതാണ് ഡയമെട്രിക്കൽ സ്ട്രെയിൻ. അപ്പൊ ഡയമെട്രിക്കൽ സ്ട്രെയിൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ അല്ലെ, ഡയമീറ്റർ ചേഞ്ച് ആണ് ഡയമെട്രിക്കൽ സ്ട്രെയിൻ. സോ ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്രയാ? ഡെൽറ്റ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡി ഇൻറ്റു ഡി. ഓക്കെ, ഇ ഡി എന്ന് പറഞ്ഞാൽ ഡയമെട്രിക്കൽ സ്ട്രെയിൻ, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ, രണ്ടും നമുക്കറിയാം. ഇപ്പൊ ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിച്ചൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു 2.125 into 10 raised to -4 into 1 into 1000 which is equal to 0.2125 millimeter. ഇതാണ് ചേഞ്ച് ഇൻ ഡയമീറ്റർ. അപ്പൊ നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിച്ചു, സ്ട്രെയിനിൽ നിന്ന് ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഇതേ പ്രൊസീജിയറാണ് 3 ചെയ്യുക. അടുത്ത എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ് അല്ലെ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ട്രെയിനിന്റെ ഇക്വേഷൻ പി ഡി ബൈ 4t ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ആണ്. ആ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. പി ഡി ബൈ 4t ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 5 into 10 raised to -5. ഓക്കെ, സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെയിനിൽ നിങ്ങൾക്ക് എന്ത് കണ്ടിട്ട് വയ്ക്കാം? ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് 5 into 10 raised to -5. ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയായിരിക്കും? 5 into 10 raised to -5 into ലെങ്ത് അല്ലെ. നമ്മൾ മില്ലിമീറ്ററിലാണ് ആൻസർ എഴുതുന്നത്, അതുകൊണ്ട് ഇൻറ്റു 1000 എഴുതി.
The answer is 0.2 millimeter. Okay. So change in length 0.2 millimeter, change in diameter 0.2125 millimeter. ഇനി ബാക്കി എന്താ? ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ വോളിയോമെട്രിക് സ്ട്രെയിൻ ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു പി ഡി ബൈ 4t ഈസ് ഈക്വൽ ടു 5 മൈനസ് 4 മ്യൂ അല്ലെ. ഇതിലെല്ലാ വാല്യൂസും നിങ്ങൾക്ക് അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ഡി divided by 4 into 12 into 2 into 10 raised to 5 into 5 minus 4 into 0.3 എത്ര ആൻസർ കിട്ടും? 4.175 into 10 raised to minus 4. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടി. വോളിയോമെട്രിക് സ്ട്രെയിനിൽ നിന്ന് എങ്ങനെ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ വോളിയം ഈസ് നത്തിങ് ബട്ട് വോളിയോമെട്രിക് സ്ട്രെയിൻ ഇൻറ്റു വോളിയം അല്ലെ. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഇ വി ഇൻറ്റു വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ വി ഇൻറ്റു വോളിയം ഓഫ് എ സിലിണ്ടർ എത്രയാ? പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു എൽ അല്ലെ. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു ലെങ്ത് ആണ്. സോ ഇ വി 4.75 ഡി 1 മീറ്റർ, അപ്പോൾ 1 into 1000 ഹോൾ സ്ക്വയർ, എൽ എന്ന് പറഞ്ഞാൽ 4 into 1000. സോ യു ഗെറ്റ് ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 1.49 into 10 raised to 6 millimeter cube. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു ബേസിക് പ്രോബ്ലം. നിങ്ങളോട് സ്ട്രെസ്സും ചേഞ്ച് ഇൻ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക, ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ റെസ്പെക്റ്റീവ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വൽ ലെങ്ത്തും ആക്ച്വൽ വോളിയവും ആക്ച്വൽ ഡയമീറ്ററും സ്ട്രെയിൻസിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം കിട്ടും. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ടോർഷനിൽ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ടോർഷനിൽ നമ്മൾ എന്താ ഡിസൈൻ ചെയ്ത് അതിന്റെ ഡയമീറ്റർ ഡിസൈൻ ചെയ്തല്ലേ, അതുപോലെ ഒരു ഡിസൈൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് രണ്ടെണ്ണം ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ: കാൽക്കുലേറ്റ് സേഫ് പ്രഷർ ഇൻസൈഡ് എ മൈൽഡ് സ്റ്റീൽ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 2 meter and is made up of plates 12 millimeter thick. If hoop stress is not to exceed 90 Newton per mm square and longitudinal stress is not to exceed 60 Newton per mm square, find the maximum safe air pressure. Okay. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവര് നമുക്ക് ഹൂപ്പ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻ ആണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആണ് ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. അതിന്റെ രണ്ടിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡയമീറ്ററും തന്നിട്ടുണ്ട്, തിക്നെസ്സും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മളോട് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ വരാതിരിക്കാൻ എത്ര ഫ്ലൂയിഡ് പ്രഷർ ആ ഒരു പൈപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? നമ്മൾ ആ പൈപ്പിൽ വെള്ളം നിറച്ചു എന്ന് വിചാരിക്കാം. ആ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഹൂപ്പ് സ്ട്രെസ് 90 കൂടുതലാവാൻ പാടില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 60 കൂടാനാവാൻ പാടില്ല. സോ ഈ രണ്ട് വാല്യൂയിൽ കൂടുതലാവാൻ പാടില്ല ഈ രണ്ട് സ്ട്രെസ്സസും. സോ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ എത്ര പ്രഷർ, ലിക്വിഡ് പ്രഷർ അതിൽ ആക്ട് ചെയ്യാം, അതായത് എത്ര പി വാല്യൂ നിങ്ങൾക്ക് ആ പൈപ്പിൽ എക്സ്പെക്ട് ചെയ്യാം, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഒരു ഡിസൈൻ കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഒന്നാമത്തത് തന്നിരിക്കുന്ന വാല്യൂ ഡയമീറ്റർ തന്നിട്ടുണ്ട് 2 meter, തിക്നെസ് 12 mm, പിന്നെ എഫ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അത് 90 Newton per mm square, എഫ് എൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അത് 60 Newton per mm square. സോ എഫ് സി തന്നു, എഫ് എൽ തന്നു, ടി തന്നു, ഡി തന്നു. സോ ഈ എഫ് സിക്കും എഫ് എല്ലിനും മാച്ചാവുന്ന രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു പി വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. ഫോർ മാക്സിമം ഹൂപ്പ് സ്ട്രെസ് നോട്ട് ടു എക്സീഡ് 90 Newton per mm square. സോ ആ ഒരു പെർട്ടിക്കുലർ പൈപ്പിലെ ഹൂപ്പ് സ്ട്രെസ് 90 Newton per mm square കൂടുതൽ ആവാതിരിക്കാനുള്ള പി വാല്യൂ, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us see. ഹൂപ്പ് സ്ട്രെസ് എഫ് സി പി ഡി ബൈ 2t, അതാണ് ഇക്വേഷൻ അല്ലെ. അതിൽ ഡി അറിയാം, ടി അറിയാം, എഫ് സി അറിയാം, പി മാത്രമല്ല അറിയാത്തേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പി കിട്ടൂലേ? ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. മനസ്സിലായോ? എഫ് സി 90 ആണെന്ന് നമുക്കറിയാം, ഡി ഡയമീറ്റർ നമുക്കറിയാം, ടി തിക്നെസ് അറിയാം. സോ മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പി വാല്യൂ കിട്ടും. ആ പി വാല്യൂ എന്ന് പറഞ്ഞാൽ 90 Newton per mm square ഹൂപ്പ് സ്ട്രെസ് വരാൻ സാധ്യതയുള്ള പ്രഷറാണ് അല്ലെ. സോ ആ പി ആണ് നമുക്ക് ആവശ്യം. സോ മാക്സിമം സേഫ് പ്രഷർ ഈസ് ഈക്വൽ ടു 2fct/d. ഈ ഇക്വേഷനിൽ മറിച്ച് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1.08 Newton per mm square. So maximum hoop stress not to exceed 90 Newton per mm square. That is 1.08 Newton per mm square.
സോ ഈ 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ഹൂപ്പ് സ്ട്രെസ് 90 ലിമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ. എന്തുകൂടെ കൺസിഡർ ചെയ്യണം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ കൂടാൻ പാടില്ല. ഓക്കെ, സോ ആ കണ്ടീഷനും കൂടി എടുക്കണം. എപ്പോഴും ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻസ് എടുത്തിട്ട് അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്യലാണ്. ഓക്കെ, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എടുത്താൽ ഫോർ മാക്സിമം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് നോട്ട് ടു എക്സീഡ് 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എത്രയാണ്? PD/40. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ നേരെ ഹാഫ്. സോ PD/40 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം എയർ പ്രഷർ എത്രയായിരിക്കും? 4F1 FLT/D അല്ലെ? ഈ ഇക്വേഷനെ മറിച്ച് എഴുതി 4 ഇൻറ്റു എഫിന്റെ വാല്യൂ 60, അതാണ് മാക്സിമം പോസിബിൾ വാല്യൂ, ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1000. ദ ആൻസർ ഈസ് 1.44 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ മാക്സിമം സേഫ് പ്രഷർ ഈ കേസിൽ എത്രയാണ്? 1.44 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഇനി നോക്കുക, ഈ 1.44 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് ആ പൈപ്പിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഹൂപ്പ് സ്ട്രെസ് കൂടും. 90 കൂടില്ല, കാരണം 90 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം സേഫ് എത്രയാ? 1.088 ആ. സോ അതിൽ കൂടുതൽ വാല്യൂ വന്നാൽ 90 മേലെ പോകും ഹൂപ്പ് സ്ട്രെസ്. 1.44 കൊടുത്താലോ 90 കൂടുതലായിട്ടുള്ള ഒരു ഹൂപ്പ് സ്ട്രെസ് ആ പൈപ്പിൽ വരും, പൈപ്പ് പൊട്ടിപ്പോകും അല്ലെ? അപ്പൊ നമുക്കത് പറ്റത്തില്ല. സോ ഈ രണ്ട് വാല്യൂവിൽ ഏതാണോ മിനിമം സ്ട്രെസ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഹെൻസ് സേഫ് പ്രഷർ ഇൻ ദ സിലിണ്ടർ മിനിമം ഇസ് ഈക്വൽ ടു 1.08 and 1.44. ഇതിൽ മിനിമം എടുക്കുക, ദാറ്റ് ഈസ് 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഇതാണ്, ഹൂപ്പ് സ്ട്രെസ് 90 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ കൂടാൻ പാടില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ കൂടാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ലിക്വിഡ് പ്രഷർ ആ പൈപ്പിൽ കൊടുക്കാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഹൂപ്പ് സ്ട്രെസ് കൺസിഡറേഷൻ എടുത്തു. ഇപ്പൊ ഹൂപ്പ് സ്ട്രെസ് മാക്സിമം വരാൻ പറ്റുന്ന 90 ആണല്ലോ. സോ ആ 90 ഇട്ടിട്ട് വരാൻ സാധ്യതയുള്ള പ്രഷർ കണ്ടുപിടിച്ചു. അതെത്രയാ? 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതിന്റെ അർത്ഥം 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിനേക്കാൾ കൂടുതൽ പ്രഷർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ് പ്രഷർ ആ പൈപ്പിൽ വന്നാൽ ആ പൈപ്പ് പൊട്ടിപ്പോകും. കാരണം അവിടെ വരാൻ പറ്റുന്ന മാക്സിമം ഹൂപ്പ് സ്ട്രെസ് 90 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഇനി രണ്ടാമത് ഒരെണ്ണം എടുത്തു. രണ്ടാമത് എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് മാക്സിമം വരാവുന്നത് 60 ആണ്. ഇപ്പൊ ഈ 1.44 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് ലിക്വിഡിന്റെ പ്രഷർ എങ്കിൽ 60 ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആ വരാം. ഇനി 1.44 കൂടുതൽ വന്ന സ്ട്രെസ് ആണെങ്കിലോ ആ പൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൽ ഫെയിൽ ആവും. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ 1.44 ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ 1.44 നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ 1.08 കൂടുതലുള്ള വാല്യൂ ആണ് 1.44 അല്ലെ? അപ്പൊ ആ പൈപ്പിൽ 1.44 പ്രഷർ വന്നാൽ ഹൂപ്പ് സ്ട്രെസ് കൂടും, പൊട്ടും. അപ്പൊ നമ്മൾ ഏത് വാല്യൂ ഇതിൽ എടുക്കണ്ടേ? ഇതിൽ ചെറിയ വാല്യൂ. ഓക്കെ, 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ മാക്സിമം സേഫ് പ്രഷർ വിൽ ബി മിനിമം ഓഫ് ദിസ് ടു, വിച്ച് ഈസ് 1.08 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഇത് നിങ്ങൾ ഏത് പ്രോബ്ലം ചെയ്താലും നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആയിട്ട് വരാൻ പോകുന്ന ഹൂപ്പ് സ്ട്രെസ് കേസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് എടുക്കേണ്ട വരുള്ളൂ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രെസ് മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ PD/2T ആണ്. എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സ്ട്രെസ് അതേതാണോ അതാണ് നിങ്ങളുടെ സേഫ് പ്രഷർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലത്തിന് നമ്മൾ ചെയ്തത്, നിങ്ങൾക്കൊരു ഡയമീറ്ററും തിക്നെസ്സും ഒക്കെ തന്നിട്ടുണ്ട്, ഹൂപ്പ് സ്ട്രെസ്സിന്റെയും അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെയും ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് എത്ര എയർ പ്രഷറോ, ഇവിടെ ലിക്വിഡ് അല്ല എയർ ആണ്, എത്ര എയർ പ്രഷർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അല്ലെ? അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആ എയർ പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു പ്രഷർ ഉണ്ട്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് 45 ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 30 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര തിക്നെസ് അതിന് കൊടുക്കാൻ പറ്റും? ഓക്കെ, ആ ഷെല്ലിന് എത്ര തിക്നെസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഡിസൈൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ വേറൊരു ടൈപ്പ്. നേരത്തെ നമുക്ക് മാക്സിമം പ്രഷർ കണ്ടുപിടിക്കണമായിരുന്നു, ഇവിടെ കണ്ടുപിടിക്കുന്നത് മാക്സിമം തിക്നെസ് ആണ്. ഓക്കെ, മാക്സിമം തിക്നെസ് അല്ല, മിനിമം തിക്നെസ് ആണ്. നമ്മൾ പറയും എങ്ങനെയാണ് മിനിമം വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഡയമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, FC സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ മാക്സിമം വാല്യൂ 45 ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ മാക്സിമം വാല്യൂ 30 ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തിക്നെസ് ഡിസൈൻ ചെയ്യണം. ആ തിക്നെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ?
maximum hoop stress should not exceed 45 Newton per mm square. So hoop stress 45 Newton mm സ്ക്വയറിനേക്കാൾ കൂടുതൽ ആവാൻ പാടില്ല. ഇപ്പോൾ ഹൂപ്പ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എഫ് സി ബൈ പി ഡി ഇൻറ്റു 2T. ഇപ്പൊ ഇവിടെ എഫ് സിന്റെ വാല്യൂ അറിയാം, പിന്റെ വാല്യൂ അറിയാം, ഡിന്റെ വാല്യൂ അറിയാം, ടി മാത്രമേ അറിയാത്തേ ഉള്ളൂ. ഇപ്പൊ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 45 ഹൂപ്പ് സ്ട്രെസ് കിട്ടാൻ എത്ര തിക്നെസ് കൊടുക്കണം എന്ന് കിട്ടും അല്ലേ? സോ യു ക്യാൻ സേ മിനിമം തിക്നെസ് ടി ഈസ് ഈക്വൽ ടു PD by 2FC, which is equal to 2 into 1.25 into 1000 divided by 2 into 45. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിട്ടും 27.78 mm. ഇവിടെ ഞാൻ മിനിമം തിക്നെസ് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഇക്വേഷൻ നോക്കിക്കേ, ഹൂപ്പ് സ്ട്രെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ്. അപ്പൊ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഹൂപ്പ് സ്ട്രെസ് കുറയും അല്ലെ? ഇപ്പൊ തിക്നെസ് കൂടുകയാണ് വേണ്ടത്. ഇപ്പൊ എഫ് സി നമ്മൾ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിക്നെസ് കണ്ടുപിടിച്ചാൽ ആ 45 ഹൂപ്പ് സ്ട്രെസ് കിട്ടാൻ വേണ്ട മിനിമം തിക്നെസ് ആണ് 27.78 എന്ന് പറയുന്നത്. ഇനി 27.78നേക്കാൾ കുറഞ്ഞ തിക്നെസ് കുറച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ ഞാനൊരു 25 mm തിക്നെസ് ആണ് ആ ഒരു പൈപ്പിന് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഈ ഹൂപ്പ് സ്ട്രെസ് 45 കൂടിപ്പോവും, പൈപ്പ് പൊട്ടിപ്പോവും. മനസ്സിലായോ? 27നേക്കാൾ കുറഞ്ഞ തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് പൊട്ടിപ്പോവും. കാരണം എന്താ? ഹൂപ്പ് സ്ട്രെസ് 45 കൂടുതലാവും. സോ മിനിമം ആയിട്ട് നിങ്ങൾ എത്ര കൊടുക്കണം? 27.78 mm ആണ് കൊടുക്കേണ്ടത്. അത് ഹൂപ്പ് സ്ട്രെസ്സിന്റെ കേസ്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ കേസ് എടുക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൽ FL is equal to PD by 4T. അപ്പൊ മിനിമം എത്രയായിരിക്കും? PD by 4FL ആയിരിക്കും തിക്നെസ്. അത് എത്രയാണ്? 20.84. നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന്റെ അർത്ഥം നിങ്ങൾ 20.84നേക്കാൾ കുറഞ്ഞ ഒരു തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ 20.84നേക്കാൾ കുറഞ്ഞ ഒരു തിക്നെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 30നേക്കാൾ കുറവാവും, 30നേക്കാൾ കൂടുതലാവും, പൈപ്പ് പൊട്ടിപ്പോവും. മനസ്സിലായോ? ഇപ്പൊ 19 കൊടുത്തു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് 30ന്റെ മേലെ പോവും, പൈപ്പ് പൊട്ടിപ്പോവും. അപ്പൊ മിനിമം 20 കൊടുക്കണം. ഹൂപ്പ് സ്ട്രെസ് കൺസിഡറേഷനിൽ മിനിമം 27.78 കൊടുക്കണം. ഇപ്പൊ ആക്ച്വലി ആ പൈപ്പിന് എത്ര കൊടുക്കണം? ഇപ്പൊ സപ്പോസ് നിങ്ങൾ 20 എടുത്താൽ എന്താ സംഭവിക്കുക? 27നേക്കാൾ കുറവാണ് 20 അല്ലേ? അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് 45ന്റെ മേലെ പോവും, പൈപ്പ് പൊട്ടിപ്പോവും. സോ ഹിയർ യു ഹാവ് ടു ടേക്ക് ദ maximum value of thickness. Hence the minimum thickness required for the cylinder is maximum of both of these consideration, that is 27.78 mm. Okay. ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ക്രിട്ടിക്കൽ കേസ് വരാൻ പോകുന്ന എപ്പോഴും ഹൂപ്പ് സ്ട്രെസ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഹൂപ്പ് സ്ട്രെസ് കൺസിഡർ ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. രണ്ട് കേസിലും ഹൂപ്പ് സ്ട്രെസ്സിൽ, ഇപ്പോൾ ഹൂപ്പ് സ്ട്രെസ്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാക്സിമം പ്രഷർ P ആയിരിക്കും, ഡിസൈൻ പ്രഷർ. അതുപോലെ ഈ ഒരു കേസിൽ ഹൂപ്പ് സ്ട്രെസ്സിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന തിക്നെസ് ആയിരിക്കും മാക്സിമം തിക്നെസ്. ഏത് തിക്നെസ് നിങ്ങൾക്ക് വേണോ ആ തിക്നെസ്. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെക്കുക, പ്രോബ്ലംസ് ചെയ്യുക. ഈ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് സ്ഥിരമായിട്ട് ചോദിക്കുക. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.